ഇതിനെ പറ്റിയാണ്. ഗുഡ് ഗവേണൻസ് എന്ന ടേം പോപ്പുലർ ആകുന്നത് 1992 വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടോട് കൂടിയാണ്. ആൻഡ് വേൾഡ് ബാങ്ക് സെറ്റ് ഔട്ട് എ ഡെഫിനിഷൻ ഫോർ ഗുഡ് ഗവേണൻസ്. ആ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഗുഡ് ഗവേണൻസ് ഇസ് എ മാനർ ഇൻ വിച്ച് പവർ ഈസ് എക്സസൈസ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എ കൺട്രീസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസോഴ്സസ് ഫോർ ഡെവലപ്മെൻറ്റ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ എക്കണോമിക് റിസോഴ്സസും സോഷ്യൽ റിസോഴ്സസും നന്നായി മാനേജ് ചെയ്യാൻ പറ്റിയാൽ ആ രാജ്യം നല്ല രീതിയിലാണ് ഭരണം നടത്തുന്നത് എന്ന് പറയാൻ പറ്റും. എക്കണോമിക് റിസോഴ്സസ് എന്താണ്? സോഷ്യൽ റിസോഴ്സസ് എന്താണ്? എക്കണോമിക് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻസ് എല്ലാം വരും. സോഷ്യൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിലുള്ള പോപ്പുലേഷൻ്റെ ഏത് ഏജ് ഗ്രൂപ്പാണ് കൂടുതൽ, അവരുടെ എഡ്യൂക്കേഷൻ ലെവല്, എംപ്ലോയ്മെൻറ്റ് ലെവല്, അവരുടെ കേപ്പബിലിറ്റി, ടാലൻറ്റ്, അവിടെ ഹ്യൂമൻ റൈറ്റ്സ് അവൈലബിൾ ആണോ, ഇത്തരമുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ റിസോഴ്സസ് വരും. അപ്പോൾ എക്കണോമിക് റിസോഴ്സസും സോഷ്യൽ റിസോഴ്സസും ഡെവലപ്മെൻറ്റിന് വേണ്ടി എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്താൽ അത് ഗുഡ് ഗവേണൻസ് ആണ്. സോ ഇറ്റ് ഈസ് ദ മാനർ ഇൻ വിച്ച് പവർ ഈസ് എക്സസൈസ്ഡ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എ കൺട്രീസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസോഴ്സസ് ഫോർ ഡെവലപ്മെൻറ്റ്. ഇനി വേൾഡ് ബാങ്ക് 3 ആസ്പെക്ട്സ് ആണ് ഗുഡ് ഗവേണൻസിനെ പറഞ്ഞിരിക്കുന്നത്. 3 ക്രൈറ്റീരിയ എന്ന് വേണമെങ്കിലും പറയാം. ഫസ്റ്റ് വൺ ഈസ് ദ ഫോം ഓഫ് ദ പൊളിറ്റിക്കൽ റെഷീം. ഫോം ഓഫ് പൊളിറ്റിക്കൽ റെഷീം എന്ന് പറയുമ്പോൾ വാട്ട്സ് എ ഫോം ഓഫ് എ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഫോം എന്താണ്? വെദർ ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക്, വെദർ ഇറ്റ് ഈസ് മൊണാർക്കിക്, ഒലിഗാർക്കിക് ഓർ സം അതർ എൽസ്. അത് ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെൻറ് ആണോ, അതോ ഒരു രാജഭരണമാണോ ഉള്ളത്, അതോ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു മിലിറ്ററി റൂളാണോ? അതാണ് വാട്ട് ഇസ് എ ഫോം ഓഫ് പൊളിറ്റിക്കൽ റെഷീം എന്ന് പറഞ്ഞാൽ വാട്ട് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് എക്സിസ്റ്റ് ഇൻ ദാറ്റ് കൺട്രി. സെക്കൻഡ് വൺ ഈസ് ഹൗ ദ ഗവൺമെൻറ് മാനേജസ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസോഴ്സസ് ഓഫ് എ കൺട്രി. നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക്കും സോഷ്യൽ റിസോഴ്സും എങ്ങനെ ഗവൺമെൻറ് മാനേജ് ചെയ്യുന്നു. തേർഡ് വൺ ദ കപ്പാസിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു ഇംപ്ലിമെൻറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രാഗൽഭ്യം. ദ കപ്പാസിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു ഡിസൈൻ, ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പോളിസീസ്. വേൾഡ് ബാങ്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ക്രൈറ്റീരിയയ്ക്കും തേർഡ് ക്രൈറ്റീരിയയ്ക്കുമാണ്. ബിക്കോസ് ദ ഫസ്റ്റ് ആസ്പെക്ട് ഈസ് ഡീംഡ് ടു ബി ഔട്ട്സൈഡ് ദ വേൾഡ് ബാങ്ക്സ് മാൻഡേറ്റ്. സോ ഇറ്റ് ഫോക്കസ് ഓൺ സെക്കൻഡ് ആൻഡ് തേർഡ് ആസ്പെക്ട്. ഇനി അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻസ് ഗുഡ് ഗവേണൻസ് ഈസ് മെഷേർഡ് ബൈ 8 ഫാക്ടേഴ്സ്. അത് ഓരോ ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ അടുത്തടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. 8 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ, റൂൾ ഓഫ് ലോ, ട്രാൻസ്പെറൻസി, റെസ്പോൺസീവ്നെസ്, കൺസെൻസസ് ഓറിയൻറ്റഡ്, ഇക്വിറ്റി, ഇൻക്ലൂസീവ്നെസ്, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഗുഡ് ഗവേണൻസിൽ നമ്മൾ ഈ പഠിച്ചതും പല ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളുമാണ്. ഇതേ സെൻറ്റൻസ് എഴുതണമെന്നില്ല, നിങ്ങളുടേതായ ആശയം അതിൽ എഴുതിയാൽ മതി. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ഓർ ഇൻ ദ ഗവേണൻസ് പ്രോസസ് ഓഫ് എ കൺട്രി. ആ ഒരു സെൻറ്റൻസാണ് കോറായിട്ട് വേണ്ടത്. മാക്സിമം ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ദ ഡെമോക്രാറ്റിക് ഓർ ഗവേണൻസ് പ്രോസസ് ഓഫ് എ കൺട്രി. ജനങ്ങളെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ പ്രോഗ്രാമുകളും ഗവൺമെൻറ് നടത്തണം. ബിക്കോസ് സിവിൽ സൊസൈറ്റി ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എവറി ഡെവലപ്മെൻറ്റ് പോളിസീസ്. ഏതൊരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലും സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ പീപ്പിൾ ഇൻ എ കൺട്രി. സിവിൽ സൊസൈറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. വെനെവർ ദ ഗവൺമെൻറ് ഇൻറ്റൻസ് ടു ഇംപ്ലിമെൻറ്റ് എനി പോളിസി ഓർ പ്രോഗ്രാം or any infrastructural program, whether it is constructing an industry or construction of a dam, then the government has to consult the concerned population group regarding the impact of that program. എപ്പോഴെങ്കിലും ഗവൺമെൻറ് ഒരു ഇൻഡസ്ട്രി, ഒരു വ്യവസായം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഡാം നിർമ്മിക്കുന്നു, അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്ത് ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കണം, ഡിസ്പ്ലേസ്ഡ് ആകും അവർ. അങ്ങനെ ഉള്ള പ്രോഗ്രാമുകൾ അതാത് സ്ഥലത്തെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കോർ പോയിൻ്റ് ഇതാണ്: ഇൻവോൾവ്മെൻറ്റ് ഓഫ് മാക്സിമം പീപ്പിൾ ഇൻ ദ ഗവേണൻസ് പ്രോസസ് ഓഫ് എ കൺട്രി. അടുത്തത് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എല്ലാവർക്കും തുല്യമായ നീതിയും നിയമവും നടപ്പിലാക്കുന്ന രീതിക്കാണ് നമ്മൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ലീഗൽ ഫ്രെയിംവർക്ക് ഷുഡ് ബി ഫെയർ ആൻഡ് എൻഫോഴ്സ്ഡ് ഇംപാർഷ്യലി. ഓൾസോ എ ഫെയർ, പ്രഡിക്റ്റബിൾ ആൻഡ് സ്റ്റേബിൾ ലീഗൽ ഫ്രെയിംവർക്ക് ഷുഡ് ബി സീൻ ഇൻ എവറി കൺട്രി.
കൃത്യമായ ഒരു നിയമവ്യവസ്ഥിതി എല്ലാ രാജ്യത്തും ഉണ്ടാകണം. അത് ഗുഡ് ഗവേണൻസിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി മസ്റ്റ് ബി ഓൾസോ പ്രസൻറ്റ് ഇൻ ദാറ്റ് കൺട്രി. ഒരു സ്വതന്ത്രമായ ഒരു നീതിന്യായ വകുപ്പും അവിടെ ഉണ്ടായിരിക്കണം. അടുത്തത് ട്രാൻസ്പെറൻസിയാണ്. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ദ ഡിസിഷൻ ദ ഗവൺമെൻറ് ടേക്ക് ഇറ്റ് മസ്റ്റ് ബി റെഡിലി അവൈലബിൾ ടു ദ പബ്ലിക്. നമ്മുടെ ട്രാൻസ്പെറൻസിയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ പറയാം. ഇപ്പോൾ മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും പോളിസി ഡിസിഷൻസ് എല്ലാം തന്നെ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. അതാണ് വാട്ട് എവർ ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇറ്റ് മസ്റ്റ് ബി റെഡിലി അവൈലബിൾ ടു ദ പീപ്പിൾ. ഗവൺമെൻറ് എന്ത് തീരുമാനമെടുത്താലും അത് ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കണം. ഇറ്റ് വിൽ റെഡ്യൂസ് ദ എലമെൻറ്റ് ഓഫ് കറപ്ഷൻ. അങ്ങനെ വരുമ്പോൾ കറപ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, കുറയും. അതിനാണ് ട്രാൻസ്പെറൻസി വേണമെന്ന് പറയുന്നത്. അടുത്തത് റെസ്പോൺസീവ്നെസ്. വെനെവർ എ ക്രൈസിസ് ഒക്കേഴ്സ് ഗവൺമെൻറ് ഹാവ് ടു റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് ഗവൺമെൻറ് റെസ്പോണ്ട് ചെയ്യണം. വെനെവർ എ ക്രൈസിസ് ഒക്കേഴ്സ് ദ ഗവൺമെൻറ് ഹാവ് ടു റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി. അടുത്തത് കൺസെൻസസ് ഓറിയൻറ്റേഷൻ ആണ്. കൺസെൻസസ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പല തട്ടിലുള്ള ആൾക്കാരെ എല്ലാം പല താല്പര്യമുള്ള വിഭാഗങ്ങളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഗവൺമെൻറ്റിന് ഉണ്ടാകണം. Good governance mediates differing interests to reach a broad consensus on what is in the best interest of the group. ഏറ്റവും പല താല്പര്യമുള്ള ജനവിഭാഗത്തെ ഒന്നിച്ച് കൊണ്ടുപോയി എല്ലാവർക്കും ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ, പോളിസികളും പ്രോഗ്രാമുകളും കൊണ്ടുവരുന്ന ആ രീതിയെയാണ് നമ്മൾ കൺസെൻസസ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. മീഡിയേറ്റിംഗ് ബിറ്റ്വീൻ ഡിഫറിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ടു റീച്ച് എ ബ്രോഡ് കൺസെൻസസ് ഓൺ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള താല്പര്യം, പല താല്പര്യങ്ങളിൽ നിന്നും രാജ്യത്തിൻ്റെ മുഴുവനുള്ള താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെയാണ് നമ്മൾ കൺസെൻസസ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇക്വിറ്റിയാണ്. റൂൾ ഓഫ് ലോ പറഞ്ഞതുപോലെ തന്നെ ഓൾ മെൻ ആൻഡ് വിമൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. എവരിവൺ ഷുഡ് ബി ഗിവൺ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ ദെയർ വെൽബീങ്. നമ്മൾ DPSPയിലൊക്കെ പറഞ്ഞു, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലൊക്കെ പറഞ്ഞതുപോലെ എല്ലാവർക്കും നല്ല ജോലി ചെയ്യാനും അവരുടെ കഴിവുകൾ വളർത്താനും ഉള്ള അവസരങ്ങൾ രാജ്യം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓൾ മെൻ ആൻഡ് വിമൻ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് എവരിവൺ വുഡ് ബി ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ ദെയർ വെൽബീങ്. അടുത്തത് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസിയാണ്. ഒരു ഇഫക്റ്റീവായും എഫിഷ്യൻ്റായും ഒരു ഗവൺമെൻറ് ഗുഡ് ഗവേണൻസിന് മസ്റ്റാണ്. The government must be very effective and efficient in handling all the problems, in handling all the resources also. The government must use all the resources in an effective manner. എല്ലാ റിസോഴ്സസും ഗവൺമെൻറ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കണം. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ടെക്നോളജി യൂസ് ചെയ്യണം, നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, മണി തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി യൂസ് ചെയ്യണം. നാച്ചുറൽ റിസോഴ്സസും എൻവയോൺമെൻറ്റൽ റിസോഴ്സസും എഫിഷ്യൻ്റായി യൂസ് ചെയ്യണം. ഒന്നിലും അധികം യൂസ് ചെയ്യരുത്. എല്ലായിടത്തും ഒരു മിനിമം ലെവൽ ഓഫ് മാക്സിമം യൂസ് ചെയ്യണം, പക്ഷേ അതൊരു എക്സ്പ്ലോയിറ്റേഷൻ ആകരുത്. എല്ലാ റിസോഴ്സസും യൂസ് ചെയ്യണം, അത് പക്ഷേ അമിതമായി യൂസ് ചെയ്യുകയും ചെയ്യരുത്. അതാണ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതും ഗുഡ് ഗവേണൻസിൻ്റെ ഒരു പാർട്ടാണ്. ഗുഡ് ഗവേണൻസ് മീൻസ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ, ടെക്നോളജിക്കൽ, ഫിനാൻഷ്യൽ, നാച്ചുറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ്. അടുത്തത് അക്കൗണ്ടബിലിറ്റിയാണ്. Public officials or government must be accountable to the people. Government must be responsible to the people. ഗവൺമെൻറ് എപ്പോഴും ജനങ്ങളോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി ആൻസറബിൾ ടു ദ പീപ്പിൾ. ജനങ്ങളോട് എപ്പോഴും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എപ്പോഴും ഗവൺമെൻറ് തയ്യാറായിരിക്കണം. അതാണ് അക്കൗണ്ടബിലിറ്റി. Every government officials must be accountable to the people. Last one, strategic vision.
നല്ല ഒരു ലീഡറും ആ ലീഡറിന് നല്ലൊരു വിഷനും ഒരു ഗുഡ് ഗവേണൻസിന് അത്യാവശ്യമാണ്. Leaders and the public have a broad and long-term perspective on good governance and human development. ഒരു ഷോർട്ട് ടേം വിഷൻ അല്ല വേണ്ടത്, 10, 30 അല്ലെങ്കിൽ 50 വർഷത്തേക്ക് കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ലോങ് ടേം വിഷനാണ് ഒരു നല്ല ലീഡറിന് വേണ്ടത്. ലീഡേഴ്സ് ആൻഡ് ദ പബ്ലിക് ഹാവ് എ ബ്രോഡ് ആൻഡ് ലോങ് ടേം വിഷൻ ഓൺ ഗുഡ് ഗവേണൻസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അങ്ങനെ നല്ല ലോങ് ടേം വിഷനും സ്ട്രാറ്റജിക്ക് വളരെ കരുതലോടെ വളരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറും ഒരു ഗുഡ് ഗവേണൻസിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പം ഇത്രയുമാണ് എലമെൻറ്റ്സ് ഓഫ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ, പാർട്ടിസിപ്പേഷൻ, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, എഫിഷ്യൻസി, ഇക്വിറ്റി. ഓക്കെ.